ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഇങ്ങനെ വല്ലപ്പോഴും നമുക്ക് പണി തരുന്ന ഒരാളാണ് എൻ്റെ അപ്പൻ. എങ്ങനെ പണിയെടുക്കാണ്ട് ഒരു ദിവസം തള്ളി നിൽക്കാൻ ആലോചിക്കുമ്പോൾ എങ്ങനെ എല്ലാവർക്കും പണി കൊടുക്കാം എന്നാണ് എൻ്റെ അപ്പൻ ആലോചിക്കാറ്. പക്ഷേ ഇന്ന് എവിടെ നോക്കിയാലും എല്ലാവരും പണിയെടുക്കുന്നതായതുകൊണ്ട് നമുക്ക് ചെറിയൊരു ആശ്വാസം. ഇന്ന് അച്ചാച്ചൻ്റെ 10ാമത്തെ ഓർമ്മ ദിവസമായതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. പിന്നെ ഈ മാസത്തെ പായസത്തിന് കണക്കെടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം അമ്മയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണിയെടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഈ ചെറുതാണ് നമുക്ക് എല്ലാവർക്കും മാഗി ഉണ്ടാക്കി തന്നത്. പിന്നെ മാഗി ഒന്നും റെഡി ആവേണ്ട താമസം പ്ലേറ്റിലിടാനുള്ള ക്ഷമയൊന്നും ആയിരിക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഭരിത്തുന്നു. വീഡിയോ എടുക്കുന്നത് കുറച്ച് എസ്തെറ്റിക്കായിട്ട് തിന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് പിന്നെ ഇവള് നേരത്തെ റെഡിയാക്കി വെച്ച പോവാം. എന്നാലും എനിക്ക് വീഡിയോ എടുക്കുന്നതോട് മാത്രം ഓള് കിടന്ന് അഭിനയിക്കുന്ന അഭിനയം കണ്ട. പിന്നെ ഉച്ചക്ക് മുന്നേ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ കാത്തിരുന്നത് പായസം കുടിക്കണം. അങ്ങനെ കാത്തിരുന്ന് പായസം കിട്ടിയപ്പോഴാണ് അതിൽ ചതി നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പായസം കിട്ടി, പ്രശ്നം അതല്ലാന്ന്. ഈ പായസം അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലെല്ലാം കൊണ്ടു കൊടുക്കണം. കാടും മേടെല്ലാം താണ്ടിതാ ഈ കുന്നുമ്മലിലെ വീട്ടിൽ വരെ കൊണ്ടു കൊടുക്കണം. അങ്ങോട്ടേക്ക് നടന്നു പോലല്ലാണ്ട് വേറെ വഴിയില്ല. ഇങ്ങനെ വല്ലപ്പോഴും ആണല്ലോ ഈ വഴിക്കെല്ലാം പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയതുകൊണ്ട് കുറച്ചേരം നമ്മളെ പ്രകൃതി രമണീയെല്ലാം ഒന്ന് ആസ്വദിച്ച് തിരിച്ചു വന്നു. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഒരു ദിവസം എത്ര പെട്ടെന്നാണ് കടന്നുപോയി എന്ന് തോന്നിയത്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.